ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മിക്സ് ഓഫ് ഐഡിയ. പറമ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് വളരെ ഭംഗിയായിട്ട് കാഴ്ച കിടക്കുന്ന ഈ കാപ്പിച്ചിരി കാണുന്നത്. ഇതിൽ നിന്നും കാപ്പിപ്പൊടി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ആഗ്രഹം സാധൂകരിക്കുന്നതിനായി ഞങ്ങൾ ആദ്യം കുറച്ച് പഴുത്ത കാപ്പിക്കുരുക്കളിങ്ങ് പറിച്ചെടുത്തു. ഉണക്കിയിട്ട് വേണം വറുക്കാനെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും ഞങ്ങൾ അതിൻ്റെ തൊലി പതുക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുരു പുറത്തേക്ക് എടുത്തു. കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ തീ കൂട്ടിയത് പുറത്താണ് ഗൈസ്. ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം ഞങ്ങൾ കഴുകി വെച്ച കാപ്പിക്കുരുക്കൾ അങ്ങോട്ടിട്ട് ഇളക്കി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാപ്പിക്കുരു നല്ല ബ്രൗൺ കളറായിരുന്നു. അപ്പോൾ ഞങ്ങളതിനെ കോരി മാറ്റി. ഇതിനെ കവർ ചെയ്തിട്ട് ഒരു തോടുണ്ടായിരുന്നു, ആ തോട് പൊളിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഞങ്ങളതിനെ വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. ഇങ്ങനെ വറക്കുന്ന സമയത്തൊക്കെ കാപ്പിയുടെ ഒരു നല്ല സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാപ്പിക്കുരു നന്നായി ഉണങ്ങി. പരസ്യത്തിലൊക്കെ കാണുന്ന കാപ്പിക്കുരു പോലെ തന്നെയായിരുന്നു ഇരുന്നത്. പിന്നെ ഞങ്ങളതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ച് ഏലക്കയും കൂടെ കുറച്ച് ജീരകവും ഇട്ട് നന്നായിട്ട് പൊടിച്ചു. ഒരു 15 മിനിറ്റ് പൊടിക്കുമ്പോഴേക്കും നല്ല അടിപൊളി പൊടി നമുക്ക് കിട്ടും. ഇത് ഞങ്ങളൊരു പേപ്പറിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ ഒരു നല്ല സ്മെല്ല് നമുക്ക് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മൾ മേടിക്കുന്ന കാപ്പിപ്പൊടി പോലെയല്ല, ഭയങ്കര ഫ്രഷും നല്ല ക്വാളിറ്റിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പം തന്നെ കാപ്പി ഇട്ടു. കാപ്പി തിളയ്ക്കുമ്പോൾ നല്ല അടിപൊളി കാപ്പിപ്പൊടിയുടെ സ്മെല്ലാണ് വന്നുകൊണ്ടിരുന്നത്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അച്ഛനെയാണ് സെലക്ട് ചെയ്തത്. ഞങ്ങൾ പിന്നെ അച്ഛനെ കൊണ്ട് കാപ്പി കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ ടേസ്റ്റ് ചെയ്തേ. അടിപൊളി പൊടിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള കാപ്പിപ്പൊടി വീട്ടിലുണ്ടാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക്